പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും RJD വൈസ് പ്രസിഡന്റുമായ ചാരുവാറ രവി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. രോഗബാധിതനായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വിതുരയിൽ നടക്കും. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം ചാരുവാറ രവിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് നഷ്ടമാക്കിയത് സമഭാവനയുടെ ദർശനം ഉൾക്കൊണ്ട ജനനേതാവിനെ. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയതാണ് ചാരുവാറയുടെ രാഷ്ട്രീയ യാത്ര. ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹ്യ, മഹാത്മാഗാന്ധി എന്നിവരുടെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി 18-ാം വയസ്സിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗം. സംഘടനാ പ്രവർത്തനം നിരവധി കേസുകളിൽ പ്രതിയാക്കി. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചാരുവാറ രവി. അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയാവുകയും അറസ്റ്റിലാവുകയും ചെയ്തു. 2 പ്രാവശ്യമായി 4 മാസത്തോളം അഴിക്കുള്ളിലായി. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ മാതൃഭൂമി മുൻ മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാറിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും ചാരുവാറ രവിയിൽ സ്വാധീനം ചെലുത്തി. 50 വർഷക്കാലം MP വീരേന്ദ്രകുമാറിനോട് യോജിച്ച് പ്രവർത്തിച്ചു. ഈ സൗഹൃദം ചാരുവാറ രവിയെ MP വീരേന്ദ്രകുമാറിന്റെ വിശ്വസ്തരിൽ ഒരാളാക്കി. 1980-ൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി ആര്യനാട് നിന്നും, 1996-ൽ നെയ്യാറ്റിൻകരയിൽ നിന്നും, 2009-ൽ നേമത്ത് നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. കാംകോയുടെ ചെയർമാനായും റബ്ബർ ബോർഡ് വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിതുര ചാരുവാറ വസന്തവിലാസത്തിൽ ജനാർദ്ദനൻ ഉണ്ണിത്താന്റെയും സുമതി അമ്മയുടെയും മകനായി ജനിച്ച രവീന്ദ്രൻ നായരെ ചാരുവാറ രവിയാക്കിയത് തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് നടത്തിയ പോരാട്ടമാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാടാൻ ജീവിതം കൊണ്ട് പ്രചോദനമായാണ് ചാരുവാറ മടങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.